നമസ്കാരം. മറയൂരിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ഫെൻസിംഗ് നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണെന്നും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ വാച്ചർമാരുടെ സേവനം ഉറപ്പാക്കുമെന്നും വനം വകുപ്പ്. മറയൂർ പള്ളനാട് വിദ്യാർത്ഥിയെ കാട്ടുപോത്ത് ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എഫ് രാജ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മറയൂർ റേഞ്ച് ഓഫീസർ അബ്ജു കെ അരുൺ വനം വകുപ്പ് ഇക്കാര്യത്തിൽ നടപ്പിലാക്കി വരുന്ന കർമ്മ പദ്ധതിയെക്കുറിച്ച് വ്യക്തമാക്കിയത്. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ച സംഭവത്തിൽ സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള തുകയാണ് നൽകി വരുന്നത്. ഇത് കർഷകരിൽ വലിയ മനോവിഷമം സൃഷ്ടിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ പുതിയ സർക്കാർ തീരുമാനം ഉണ്ടാവണം, അദ്ദേഹം വിശദമാക്കി. കാട്ടുപോത്തും ആനയും മിക്ക പ്രദേശങ്ങളിലും എത്തുന്നുണ്ടെന്നും കുരങ്ങും അണ്ണാനും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ടെന്നും യോഗത്തിൽ പങ്കെടുത്ത കർഷകർ പറഞ്ഞു. കാട്ടുപോത്തും ആനയും കുരങ്ങുമെല്ലാം കൂട്ടത്തോടെയാണ് എത്തുന്നതെന്നും ഇവയെ ജനവാസ മേഖലയിൽ നിന്ന് അകറ്റി നിർത്താൻ പര്യാപ്തമായ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്ത കർഷകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആവശ്യപ്പെട്ടു. കർഷകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉന്നയിച്ച ആവശ്യങ്ങളും പരാതികളും വനം വകുപ്പ് മന്ത്രിയെ അറിയിക്കുമെന്നും ഫെൻസിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA യോഗത്തെ അറിയിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് അധ്യക്ഷത വഹിച്ചു. മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മയിൽ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ ഹെൻറി സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി നന്ദിയും അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.